സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. അവൾ മൃഗങ്ങളെ അറുത്തു, വീഞ്ഞു കലക്കി തൻ്റെ മേശ ചമയിച്ചുമിരിക്കുന്നു. അവൾ തൻ്റെ ദാസികളെ അയച്ചു പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത്, വരുവിൻ, എൻ്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുവിൻ. ബുദ്ധിഹീനരെ, ബുദ്ധിഹീനത വിട്ട് ജീവിപ്പിൻ. വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവിൻ. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ ഭർത്സിക്കുന്നവന് കറ പറ്റുന്നു. പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്. ജ്ഞാനിയെ ശാസിക്ക, അവൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിയെ പ്രബോധിപ്പിക്ക, അവൻ്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്ക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകും. നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും. ഭോഷത്വമായവൾ മോഹപരവശയായിരിക്കുന്നു, അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തൻ്റെ വീട് വാതിൽക്കൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത്, മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. എങ്കിലും മൃത്യന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിൻ്റെ ആഴത്തിൽ ഇരിക്കുന്നു എന്നും അവൻ അറിയുന്നില്ല. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം. ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വയ്ക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായ് സാഹസം മൂടുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു, വിടുവായനായ ഭോഷനോ വീണുപോകും. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു, തുറന്നു ശാസിക്കുന്നവനോ സമാധാനമുണ്ടാക്കുന്നു. നീതിമാന്റെ വായ് ജീവന്റെ ഉറവാകുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായ് സാഹസം മൂടുന്നു. പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട്, ബുദ്ധിഹീനന്റെ മുതുകിനോ വടി കൊള്ളാം. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഭോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. ധനവാന്റെ സമ്പത്ത് അവന് ഉറപ്പുള്ള ഒരു പട്ടണം, എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിൽ ഇരിക്കുന്നു, ശാസന ത്യജിക്കുന്നവനോ ഉഴന്നു നടക്കുന്നു. പക മറച്ചു വയ്ക്കുന്നവൻ പുളിവായൻ, ഏഷണി പറയുന്നവൻ ഭോഷൻ. വാക്കു പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കുകയില്ല, അധരങ്ങളെ അടുക്കുന്നവനോ ബുദ്ധിമാൻ. നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം.
നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും. ഭോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാക്കുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ദോഷം ചെയ്യുന്നതിന് ഭോഷന് കളിയാകുന്നു, ജ്ഞാനം വിവേകിക്ക് അങ്ങനെ തന്നെ. ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനം ഉള്ളവൻ. ചൊറുക്ക പല്ലിനും പുക കണ്ണിനും ആകുന്നതുപോലെ മടിയൻ തന്നെ അയക്കുന്നവർക്ക് ആകുന്നു. യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു, ദുഷ്ടന്മാരുടെ പ്രത്യാശയ്ക്കോ ഭംഗം വരും. യഹോവയുടെ വഴി നേരുള്ളവനൊരു ദുർഗം, ദുഷ്പ്രവൃത്തിക്കാർക്കോ അത് നാശകരം. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല. നീതിമാന്റെ വായ് ജ്ഞാനം മുളപ്പിക്കുന്നു, വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു, ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു.